السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ നമ്മൾ അല്പം വലിയ സൂറത്തുകളിലൊന്നായ സൂറത്തു സ്വാഫാത്ത് എടുക്കുകയും ആ സൂറത്ത് പൂർത്തീകരിക്കുകയും അൽഹംദുലില്ലാ അതിൻ്റെ ആ സൂറത്തിനെ അടിസ്ഥാനമാക്കി 2 പരീക്ഷകൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ച മുതൽ പുതിയൊരു സൂറത്ത് ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായി ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുർആൻ പഠനത്തിൽ വളരെ താല്പര്യപൂർവം മുമ്പോട്ട് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു മഹത്വവും ഇതിൻ്റെ ഒരു പ്രാധാന്യവും, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആന്റെ പഠനം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കൈവരുന്ന നേട്ടങ്ങളും എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പുതിയൊരു സൂറത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കൊറോണ പോലെയുള്ള ഒരു പ്രതിസന്ധി വന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ നമ്മൾ പുതിയൊരു ക്ലാസ് തുടങ്ങിയത്. വളരെ താല്പര്യത്തോടു കൂടി ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ചേർന്ന് നിന്നുള്ള ഈ ഒരു ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും അവസാന നിമിഷം വരെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിൽ, അതായത് നമ്മുടെ ദീനിൽ, നമ്മുടെ മതത്തിൽ അറിവ് നേടുക, ദീനി വിജ്ഞാനം നേടുക എന്നുള്ളത് വലിയ പുണ്യമുള്ള, അതേപോലെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അറിവ് നേടുക വഴി നമുക്ക് കൈവരുന്ന ഒരുപാട് നേട്ടങ്ങൾ, ഗുണങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ മഹത്തുക്കളായ പണ്ഡിതന്മാരും ദീനി വിജ്ഞാനം നേടുന്നതിൻ്റെ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെയൊക്കെ മഹത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെ കാണാം ഖൈറുക്കും എന്ന പ്രയോഗം. ഖൈറുക്കും എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഖൈറുകൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടത്തിൽ അപൂർവം ചില നന്മകളാണ് അതിൻ്റെ കൂടെ എടുത്തു പറഞ്ഞത്. അതിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. ഖുർആന് പഠിക്കുക, ആ പഠിച്ച കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠരായി, ഉത്തമരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ആ ഉത്തമരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉണ്ടാവണം. അള്ളാഹു ആ ഉത്തമരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കഥയുണ്ട്, അതായത് ഒരു അറിവ് നേടുന്നവനും അറിവ് നേടാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വ്യത്യാസം എത്ര വലുതാണ് എന്ന് ഒരു കഥയിലൂടെ ചില ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു വീടിന്റെ മുമ്പിലിരുന്ന്, മുറ്റത്തിരുന്ന് ഒരു കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ അടുത്ത് ഉമ്മ ഉള്ളിന്ന് പുറത്തു വന്ന് നോക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ അടുത്ത് ഒരു നല്ലൊരു വിഷസർപ്പം, ആ കുഞ്ഞിനെ ഒന്ന് കൊത്തിയാൽ കുഞ്ഞ് ഉറപ്പായിട്ടും മരിക്കും. അപ്പൊ അങ്ങനെ ഒരു വിഷപ്പാമ്പ് ആ കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനൊട്ട് ഇതറിയേയില്ല. അപ്പൊ ഇത് കണ്ട ഉമ്മ തൻ്റെ
അടുത്തേക്ക് ഈ കുഞ്ഞിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പിന്നെ ഉമ്മയുടെ മുഖഭാവം മാറി കുഞ്ഞിനോട് ഓടിക്കോളാൻ പറഞ്ഞ് ഈ എന്തോ ഒരു അപകടം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഉമ്മയുടെ മുഖഭാവം മനസ്സിലാക്കി എന്ത് ചെയ്തു, ഉമ്മ വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി. ഈ കുഞ്ഞും പെട്ടെന്ന് അവിടുന്ന് ഉമ്മാന്റെ വിളി കേട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടിച്ചില്ലാണ്. അപ്പൊ ഇവിടെ ഉമ്മയും വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നുണ്ട്, കുഞ്ഞും വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നുണ്ട്. ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മാക്കറിയാം ആ കുഞ്ഞിന്റെ അടുത്തിരിക്കുന്ന പാമ്പ് കുഞ്ഞിനെ കടിക്കുമെന്നും കടിച്ചാൽ തൽക്ഷണം കുഞ്ഞ് മരണപ്പെടുമെന്നുള്ളത്. അപ്പൊ ആ കൃത്യമായ അറിവ് ആർക്കുണ്ട്? ആ ഉമ്മാക്കുണ്ട്. എന്നാൽ കുഞ്ഞാവട്ടെ ഉമ്മയുടെ മുഖത്ത് മിന്നിമാഞ്ഞ ആ ഒരു ഭീതിയും ഭയവും കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഈ കുഞ്ഞുമ്മയുടെ അടുത്തേക്ക് ഉള്ളിലേക്ക് ഓടുന്നത്. ഇവിടെ രണ്ടുപേരും ആ അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷെ ഒരാളുടെ മനസ്സ്, ഉമ്മയുടെ മനസ്സ് വേറൊന്നാണ്, കുഞ്ഞിന്റെ മനസ്സ് വേറൊന്നാണ്. എന്നതുപോലെ നരകം എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമുക്ക് നരകം തീയാണ്, അതിൽ നമ്മൾ വീണുപോയാൽ കരിയും, രക്ഷയില്ല, അത് വലിയ ശിക്ഷയാണ് എന്നൊക്കെ അറിയാം. പക്ഷെ നരകം എന്താണ് എന്നും നരകശിക്ഷയുടെ കാഠിന്യം എന്താണ് എന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ള നരകശിക്ഷയുടെ വ്യത്യസ്തമായ രൂപങ്ങൾ, അതിൽ പെട്ടുപോകാനിടയുള്ള പാപങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ ആഴത്തിൽ അറിയുമ്പോൾ ഒരു നരകത്തെ പറ്റിയുള്ള കൂടുതൽ പേടിയും ഭയവും നമുക്കുണ്ടാവും. അതേപോലെ സ്വർഗം എന്ന് പറയുമ്പോൾ പൊതുവെ സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന ഒരു ഇടമാണ്. അപ്പൊ അതിനപ്പുറം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നന്മകൾ ചെയ്ത ആളുകൾക്കും ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ ഓരോരോ സുഖങ്ങളും അനുഭൂതികളും, അതേപോലെ തന്നെ അവിടെയുള്ള പറഞ്ഞറിയിക്കാനാവാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഒരു കണ്ണും ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഒരു കാലത്തും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും ഇതുവരെ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത സുഖങ്ങളും അനുഭൂതികളുമാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളതെന്നാണ്. അപ്പൊ അവിടെയുള്ള വൃക്ഷങ്ങൾ, തണലുകൾ, പഴങ്ങൾ, മറ്റ് ആസ്വാദനങ്ങൾ, അത് ഓരോന്നും ഖുർആൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ആഴത്തിൽ അറിയുമ്പോൾ സ്വർഗത്തെ പറ്റി നമ്മൾ മനസ്സുകൊണ്ട് ചോദിക്കുമ്പോൾ ഉള്ളറിഞ്ഞ അള്ളാഹുവിനോട് സ്വർഗത്തെ പറ്റി ചോദിക്കും. അപ്പൊ എത്രമാത്രം നമുക്ക് അറിവ് കിട്ടുന്നോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈമാൻ ഈമാൻ കൂടിക്കൊണ്ടിരിക്കും. ഒരു ഹദീസിൽ കാണാൻ ഈമാൻ യൻഖുസു വയസീദു, ഈമാൻ കുറയുകയും ചെയ്യും, അത് കൂടുകയും ചെയ്യും. അപ്പൊ ഈ എത്ര ഈമാൻ നമുക്ക് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ റമദാൻ മാസം എത്തുമ്പോഴേക്കും നമുക്കറിയാം, നമ്മളറിയാതെ നമ്മുടെ കൈകൾ ഉയരും, നമ്മളറിയാതെ നമ്മുടെ മനസ്സുകൾ, നമ്മുടെ കണ്ണുകൾ നിറയും, നമ്മളറിയാതെ വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ ഖുർആൻ എടുത്ത് നമ്മൾ ഓതും, നമ്മളറിയാതെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ജമാഅത്തിന് നമ്മൾ എത്തും. അപ്പൊ അങ്ങനെ നമ്മളറിയാതെ നമ്മളെ എത്തിക്കുന്ന, നമ്മുടെ ഈമാനെ നന്നായി കൂട്ടുന്ന ഒരു സമയമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സമയത്ത് നമ്മുടെ ഈമാൻ ഇങ്ങനെ കുറയുകയും കൂടുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അല്ല ഈമാന് യൻഖുസു വയസീദു, അത് കുറയുകയും ചെയ്യും, അത് കൂടുകയും ചെയ്യും. അപ്പൊ യൻഖുസു ബിൽ മാസിയ, പാപങ്ങൾ ചെയ്യുമ്പം നമ്മുടെ ഈമാൻ കുറയും. യസീദ് ബിത്ത, അള്ളാഹുവിനോട് കൂടുതൽ അനുസരണവും വിധേയത്വം ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ നമ്മളെ ഈമാൻ കൂടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുമായിരുന്നു, വാ നമുക്കൊന്ന് ഇരിക്കാം, എന്നിട്ട് നമ്മുടെ ഈമാൻ നമുക്കൊന്ന് കൂട്ടാം, അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ നമുക്കൊന്ന് പുതുക്കിയെടുക്കാം എന്ന് പറയും. എന്നിട്ട് പ്രവാചകൻ ചെയ്യുന്ന എന്താണ്? സ്വഹാബികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിന് ഇങ്ങനെ കൂടിയിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഉപദേശങ്ങൾ സ്വഹാബത്തിന് കൊടുക്കും. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഈമാൻ ഏറ്റവും കൂടുതൽ കൂട്ടാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മള് ക്ലാസ്സുകളിൽ ഇൽമ കിട്ടുന്ന മജ്ലിസുകൾ എവിടെയെല്ലാം ഉണ്ടോ, അവസരം എവിടെയെല്ലാം ഉണ്ടോ, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക പിശാചാണ്. അപ്പൊ ഈ ഖുർആൻ ക്ലാസ് തന്നെ എത്രയോ പേര് പറയാറുണ്ട്, ഒരാഴ്ച ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ക്ലാസ്സിനോടൊരു താല്പര്യം കുറഞ്ഞു വരും. ഒരു 2 ആഴ്ച കയറിയിട്ടില്ലെങ്കിൽ പിന്നെ അതങ്ങനെ കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാതാവും. സ്ഥിരമായിട്ട് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലോ ആ ഒരു പ്രശ്നം വരികയില്ല. അപ്പം നമ്മൾ ഖുർആന്റെ പഠിതാക്കളാണ്, അത് മുടങ്ങാതെ സ്ഥിരമായിട്ട് നമുക്ക് പങ്കെടുത്ത് പോകാൻ കഴിയണം. വിശുദ്ധ ഖുർആനിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച
ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ആ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ല പ്രാർത്ഥന ഖുർആനുമായി ബന്ധപ്പെടുത്തിയാണ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങളെ മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അത് മനസ്സറിഞ്ഞ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന എന്ത് ടെൻഷനും അത് പോകും എന്നാ പറഞ്ഞത്. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സ്വഹാബത്തിൽ ആരോ ചോദിക്കുന്നുണ്ട്, നബിയെ ഈ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കണോ, പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അവനത് പഠിക്കൽ നിർബന്ധമായി എന്നാണ് പറഞ്ഞത്. ഈ പ്രാർത്ഥന ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അവൻ പഠിക്കൽ നിർബന്ധമായി. അപ്പോൾ ആ പ്രാർത്ഥനയിലെ അവസാന ഭാഗം, ഞാനത് നമ്മൾ ക്ലാസ്സിലൊക്കെ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും അതിന്റെ അവസാന ഭാഗം, ആ പ്രാർത്ഥന വരുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ എളിമത്വം, അള്ളാഹുവിന്റെ ദാസനാണ് എന്ന് നമ്മൾ പറയുന്നു, അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നു, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിടുന്നു, എന്നിട്ട് റബ്ബിനോട് പറയണം, തജഅലൽ ഖുർആന റബീഅ കൽബി, അള്ളാഹുവെ ഖുർആൻ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി മാറ്റണമേ, വനൂറ സ്വദരി, എൻ്റെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കി നീ ഖുർആനെ കത്തിച്ചു നിർത്തണമേ, വജലാ ഹുസ്നി വദഹാബ ഹമ്മി, എൻ്റെ ദുഃഖങ്ങളെ, എൻ്റെ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളെയും കത്തിച്ചു കളയുന്ന, നീക്കിക്കളയുന്ന, അതുപോലെ തന്നെ എൻ്റെ മനോവിഷമങ്ങളെ, എൻ്റെ ജീവിതത്തിലെ ടെൻഷനുകളെ എല്ലാം പോക്കിക്കളയുന്ന ഒരു ഗ്രന്ഥമാക്കി വിശുദ്ധ ഖുർആനെ നീ മാറ്റണേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഖുർആനിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, അതില് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സെപ്പോഴും സന്തോഷം നിറഞ്ഞ് പുഷ്പിച്ച് ഏറ്റവും ആനന്ദഭരിതമായി നിൽക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഖുർആനുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സെപ്പോഴും ഒരു വെളിച്ചം, ഒരു പ്രഭയോടുകൂടി തിളങ്ങി നിൽക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തുടരുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതെല്ലാം മാറാനുള്ള ഏറ്റവും നല്ല മാർഗം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ പറയും, ഞാൻ ഇന്ന് ഖുർആൻ ക്ലാസ്സിന് കയറിയില്ല, അതല്ലെങ്കിൽ നേരിട്ട് നടക്കുന്ന ക്ലാസ്സാണ് ഞാൻ പോയില്ല, അത് കുറെ ടെൻഷനായിരുന്നു, കുറെ അതും ഇതും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഖുർആൻ ക്ലാസ്സിന് പോകാൻ തോന്നിയില്ല എന്ന് പറയാം. അങ്ങനെയല്ല. അങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കാൻ പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറിവ് നേടുന്നതിന്റെ മഹത്വവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ചില ഹദീസുകളുണ്ട്. അപ്പൊ അതിൽ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഉണർത്താം. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫക്കിഹുഹു ഫിദ്ദീൻ എന്നാണ്. അതായത് ഒരാൾക്ക് അള്ളാഹു ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ, നമ്മളെ മതത്തിൽ ആഴത്തിൽ അറിവുള്ളവനാക്കി മാറ്റും. ഇത് സ്വഹീഹ് ബുഖാരിയിൽ വന്നതാണ്, സ്വഹീഹ് മുസ്ലിമിൽ ഒക്കെ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് സമ്പത്ത് കൊടുക്കുമെന്നോ, അയാൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുമെന്നോ, അയാൾക്ക് അധികാരം കൊടുക്കുമെന്നോ ഒന്നും പറയാതെ, നമുക്കൊക്കെ ഒരു ഭൗതികമായ എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് കിട്ടിയാൽ, സാമ്പത്തികമായ ഒരു ഗുണം കിട്ടിയാൽ നമ്മൾ മനസ്സുകൊണ്ട് എത്ര സന്തോഷിക്കും. പക്ഷെ അതൊരു നന്മയായിട്ടല്ല അള്ളാഹു പറഞ്ഞത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫക്കിഹു ഫിദ്ദീൻ. ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പഠിക്കാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം, ശുദ്ധ ഖുർആൻ പഠിക്കണം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പഠിക്കണം, അറിവ് നേടണം എന്നുള്ള ഒരു വലിയ താല്പര്യം അള്ളാഹു നമ്മുടെ മനസ്സിലിട്ട് തരും. അപ്പൊ അത് നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രകടമായ തെളിവാണ് ദീൻ പഠിക്കാനുള്ള ഒരു വലിയ താല്പര്യം. ഒരു മതപരമായ അറിവുകൾ, ഒരു ചെറിയ അറിവാണെങ്കിൽ പോലും അത് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ലഭിക്കുക എന്നുള്ളത്.
എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള, നമ്മളിപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം കുറേ സൂറത്തുകൾ നമ്മൾ പഠിച്ചു പോയി, അതിൻ്റെ പരീക്ഷ എഴുതി, ഒത്തിരി പേര് സമ്മാനങ്ങൾ നേടി. സമ്മാനങ്ങൾ കിട്ടണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല നമ്മൾ പരീക്ഷ എഴുതുന്നത്, പഠിക്കാനുള്ള ഒരു നല്ല അവസരം എന്നുള്ള നിലയ്ക്കാണ്. അപ്പം ഓരോ ദിവസവും ഓരോ ദിവസവും നമുക്ക് ഒരു അറിവ്, ഒരു പുതിയ അറിവെങ്കിലും നേടണം, കിട്ടണം എന്നുള്ളൊരു വാശി നമുക്ക് വേണം. ആ അറിവെന്ന് പറഞ്ഞാൽ വലിയ അറിവുകളാകണമെന്നില്ല, വലിയ അറിവാകണമെന്നില്ല, മറിച്ച് ചെറിയ ചെറിയ അറിവുകൾ പോലും, ഒരു കൊച്ചു കാര്യം പോലും കിട്ടുന്നത് ഒരു വലിയ അറിവായി നമ്മൾ കാണണം. ഇപ്പൊ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു പദത്തിന്റെ ഒരർത്ഥം അത് നമ്മൾ എഴുതുമ്പോൾ അത് വലിയൊരു അറിവാണ്, അത് പുതിയൊരു അറിവാണ്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു മതപരമായ ഒരു പുതിയ അറിവ് എനിക്ക് നേടണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ട് എങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് ഇൽമുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു വാശി തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത്, ഇപ്പം ഖുർആനെ പറ്റി പറഞ്ഞാൽ നൂറ മുബീന എന്നാണ്, അതായത് വ്യക്തമായ ഒരു പ്രകാശം. അതായത് ഖുർആൻ വ്യക്തമായ ഒരു പ്രകാശമാണ്. ഖുർആനെ അള്ളാഹു ഇറക്കിയത് അത് പഠിക്കാൻ വേണ്ടിയാണ്. ഖുർആനെ അള്ളാഹു ഇറക്കിയത് ഖുർആനിലെ ആയത്തുകൾ പഠിച്ച് അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ പറ്റി കൂടുതൽ അറിയാനാണ്. അതുപോലെ തന്നെ റബ്ബ് നമുക്ക് ചുറ്റും ഒരുക്കി വെച്ചിരിക്കുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാനാണ്, അള്ളാഹുവിന് കൂടുതൽ വിധേയപ്പെടാനാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചത്, ഇപ്പൊ ഈ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും സൂറത്ത് യാസീൻ ഓതുന്നവരുണ്ട്. ആ ഓതുന്ന ആളുകൾക്ക് സൂറത്ത് യാസീനിലെ തന്നെ ഒരായത്തിന്റെ അർത്ഥം പോലും ശരിക്കും അറിയില്ല. അപ്പൊ ഖുർആൻ അള്ളാഹു ഇറക്കിയത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ആരോ വന്ന് ചോദിച്ചു, നബിയുടെ സ്വഭാവം എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എന്തുണ്ടോ അത് റസൂലുള്ളാന്റെ സ്വഭാവമാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം ഖുർആൻ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കണം. നമ്മളെങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, നമ്മളെങ്ങനെ ഇബാദത്ത് ചെയ്യണം, അതേപോലെ തന്നെ നമ്മളെങ്ങനെ ഒരു നല്ല ഭർത്താവാകണം, നമ്മളെങ്ങനെ നല്ലൊരു ഭാര്യയാകണം, നല്ലൊരു ഉമ്മയാകണം, നല്ലൊരു ഉപ്പയാകണം, അതേപോലെ തന്നെ വിശ്വാസികൾക്ക് നമ്മളെങ്ങനെ മാതൃകയാകണം, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള അതിന്റെ സ്രോതസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. എത്രമാത്രം ഖുർആൻ നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നോ അത്രമാത്രം ഹൈറുകളും ബർക്കത്തുകളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും. എത്രമാത്രം അള്ളാഹുവിന്റെ കലാമ് നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നോ അത്രമാത്രം അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഖുർആൻ എടുത്താൽ നമുക്കറിയാം, ആ ഖുർആനിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്വഹാബത്തിന് ഈ ഖുർആൻ കിട്ടിയത് 23 വർഷക്കാലം കൊണ്ടാണ്. 23 വർഷക്കാലം കൊണ്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഖുർആൻ ഉണ്ടല്ലോ അത് സ്വഹാബത്തിന് കിട്ടിയത്. അപ്പൊ ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും സ്വഹാബികൾ ആയത്തുകൾ പഠിക്കുകയായിരുന്നു, പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്തും, പിന്നെ അടുത്ത ആയത്തുകൾ പഠിക്കും, ഇതായിരുന്നു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഖുർആനായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ഈ ജൂതന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞല്ലോ, ഈ ഗ്രന്ഥം പേറുന്ന കഴുതകളെ പോലെയാണ് അവര് തൗറാത്തിനോട് സ്വീകരിച്ച ഒരു നിലപാടെന്നുള്ളതാണ്. ഗ്രന്ഥം പേറുന്ന കഴുത എന്ന് പറഞ്ഞാല് കഴുതയുടെ പുറത്ത് എത്ര കെട്ടി വെച്ചു കൊടുത്താലും കഴുത ഇങ്ങനെ കൊണ്ടുപോകും, പക്ഷെ കഴുതയ്ക്ക് അറിയില്ല അതിലുള്ളത് എന്താണ് എന്ന്. അപ്പം തൗറാത്തിനോട്, മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇറങ്ങിയ തൗറാത്തിനോട് ആ വേദക്കാര് സ്വീകരിച്ച നിലപാട് അള്ളാഹു പറഞ്ഞതാണ്. എന്നതുപോലെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ഉമ്മത്തില് ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം പോലും അറിയാത്ത, എന്തിനു പറയണം നമ്മൾ ഡെയിലി ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും ശരിക്കറിയാത്ത കോടാനുകോടി മനുഷ്യരാണ് പ്രവാചകന്റെ അനുയായികളാന്ന് പറഞ്ഞിന്ന് ജീവിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഈ ഖുർആനിലെ ആയത്തുകൾ പഠിക്കാൻ, ഇപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എനിക്ക് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളെയും പരിചയമില്ല. അതുപോലെ തന്നെ എന്നെയും നമ്മൾ ഈ പഠിപ്പിക്കുന്നു എന്നതല്ലാതെ അതിനപ്പുറം നേരിട്ട് പരിചയമില്ലല്ലോ. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ വേണ്ടി റബ്ബ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കി തന്നു. അതിന്റെ ഭാഗമായി വന്ന് നിങ്ങളിത് ഓരോരുത്തരും പഠിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീക്കാണ്.
അള്ളാഹു നമ്മളെ ഖുർആനിന്റെ വിഷയത്തിൽ നമ്മളെ ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ ഒരുമിച്ച് കൂട്ടി എന്നുള്ളതും അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നഷ്ടപ്പെടാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മൾ ഇതിനെ അവഗണിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മളെയും അവഗണിക്കുക തന്നെ ചെയ്യും. സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ആ സ്വർഗത്തിനുള്ള ഏറ്റവും നല്ല വഴി അള്ളാഹുവിന്റെ ദീന് പഠിക്കുക, അറിവ് നേടാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, പണ്ഡിതന്മാർ, അതായത് ഉലമാക്കൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അപ്പൊ പ്രവാചകന്മാരൊരിക്കലും അനന്തരാവകാശം എടുത്തിട്ടുള്ളത് സമ്പത്തല്ല, അവരറിവാണ് അനന്തരം എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ അനന്തരം എടുക്കേണ്ടത് അറിവാണ്, സമ്പത്തല്ല. അങ്ങനെയാകുമ്പോൾ ആ ഒരു മഹത്തായ പ്രതിഫലമായിരിക്കും തീർച്ചയായും നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരു ഹദീസ് കൂടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കാം. ആ ഹദീസ് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ വ മലായികത്തഹു വ അഹ്ലസ് സമാവാതി വൽ അർളീൻ. അതായത് അള്ളാഹുവും മലക്കുകളും ആകാശലോകത്തുള്ള സർവരും ഭൂമി ലോകത്തുള്ള മുഴുവൻ ആളുകളും ഏതുവരെ എന്ന് ചോദിച്ചാൽ ഹത്തൻ നംലത്ത ഫി ജുഹരിഹ, ഒരു മാളത്തിൽ കഴിയുന്ന ഒരു ഉറുമ്പ് പോലും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുമ്പുകളിൽ ഒരു ഉറുമ്പ് പോലും, അല്ലെ, വഹത്തൽ ഹൂത്ത, മത്സ്യം, അതായത് കടലിലുള്ള മത്സ്യങ്ങൾ പോലും, ലയുസല്ലൂന അല മുഅല്ലിമിൻ നാസി അൽ ഖൈർ, ആ മത്സ്യം പോലും, ആ ഉറുമ്പുകൾ പോലും അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് ഖൈറുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി. നന്മ എന്ന് പറയുമ്പോൾ അതിലേറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്, ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, ദീനിയായ ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ഈ ഉറുമ്പുകൾ പോലും, മീനുകൾ പോലും അള്ളാഹുവെ ഇവന് നീ പുറത്തു കൊടുക്കണേ, ഇവന് നീ കാരുണ്യം ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ പഠിതാക്കളാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. പഠിച്ച അറിവുകൾ പിന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ കൂട്ടുകാരികൾക്കൊക്കെ ഒരു ദീനിയായ വിജ്ഞാനം നമ്മൾ പഠിച്ചത്, ഒരായത്തിന്റെ അർത്ഥം പഠിച്ചത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും ഈ നന്മ തീർച്ചയായും ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അവസാന ശ്വാസം എപ്പോഴാണോ ആ സമയം വരെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ആളുകളായി ഇൻഷാ അള്ളാഹ് നമുക്ക് ജീവിക്കാനും അള്ളാഹുവിലേക്ക് അങ്ങനെ ഒരു മടക്കം ഉണ്ടാകാനും നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു തൗഫീക്കായി നമ്മൾ കരുതുക. അങ്ങനെയുള്ള ഒരു കൂട്ടമാണ്, സംഘമാണ് തീർച്ചയായും നമ്മുടെ ഈ ഒരു ഓൺലൈൻ പഠനത്തിൽ നമ്മുടെ പഠിതാക്കളായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നോട് ചില ആളുകളൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ 10 പേരുണ്ട്, ഞങ്ങൾ 10 പേരും ഒന്നിച്ചിരുന്ന് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നത്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഞങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്, ഓരോന്നും പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സിൽ കുടുംബസമേതം പങ്കെടുക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അത് വലിയൊരു ഖൈറാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ മനസ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഖൈറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന കുടുംബമാക്കി നമ്മുടെ കുടുംബങ്ങളെ മാറ്റട്ടെ. നാളെ ഇതുപോലെ നമുക്കെല്ലാം സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം, അതാണല്ലോ നമ്മുടെ ഈ ഒരു പഠനവും ഇരുത്തവും, അതിന്റെ എല്ലാം വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതുപോലെ നാളെ സ്വർഗത്തിൽ സന്തോഷിക്കുന്ന കുടുംബങ്ങളായി അവിടെ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ഇന്നത്തെ ഇരുത്തവും കേൾവിയും പഠനവും ഒക്കെ നമ്മുടെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന നന്മയായി അള്ളാഹു എഴുതട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച മുതൽ ഒരു പുതിയ സൂറത്തുമായി നമുക്ക് തുടങ്ങാം. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് ഉണ്ടാവണം. അപ്പൊ ഇന്ന് ഏകദേശം മാഷാ അള്ളാഹ് 190-നടുത്ത ആളുകൾ ഇപ്പോൾ ലൈവിലുണ്ട്. ഇനിയും ഇൻഷാ അള്ളാഹ് കുറെ കൂടി ആളുകൾ കയറാനുണ്ട്. നാട്ടിലൊക്കെ മഴയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, റേഞ്ച് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ട്.
ഇൻഷാല്ല എല്ലാവരും ആക്റ്റീവായിട്ടുണ്ടാവണം. അപ്പം നമ്മൾ ഇന്ന് തൽക്കാലം നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.